സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. കിള്ളിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. വിവിധ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന്റെ ഉത്സവം കൂടിയാണ് നവരാത്രി മഹോത്സവം. ഹൈന്ദവ വിശ്വാസികൾക്കേറെ പ്രാധാന്യമുള്ള നവരാത്രി ആഘോഷങ്ങൾക്ക് കിള്ളിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ തുടക്കമായി. നവദുർഗകളെ ആരാധിക്കുന്ന ഈ മഹോത്സവം ഈ വർഷം വിപുലമായ രീതിയിൽ നടത്താനാണ് ക്ഷേത്രം ഭരണസമിതി ലക്ഷ്യമിടുന്നത്. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷം തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ക്ഷേത്രം തന്ത്രി രാംകൃഷ്ണ ത്രിപാഠിജി തിരിതെളിയിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രം ഭരണസമിതി രക്ഷാധികാരി കിള്ളിമംഗലം മനക്കൽ കുഞ്ചു വാസുദേവൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പീച്ചിയിലെ വനഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും ആഹ്ലാദപൂർവ്വം കൊണ്ടാടി വരുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ വളരെ കേമമാണ് നവരാത്രി. തമിഴ്നാട്ടിലും കർണാടകത്തിലും പ്രധാനമാണ്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കൂടി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് റെഗുലേറ്റിംഗ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി പൂജ വയ്ക്കും. ദുർഗാഷ്ടമിക്ക് പൂജ വയ്ക്കും. വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കി അതിൽ വാഴ തണ്ട് വെച്ച് കെട്ടും, മാവില വയ്ക്കും, വീടുകളും പറമ്പും എല്ലാം വൃത്തിയാക്കും. എല്ലാ ഉപകരണങ്ങളും പൂജ വെച്ചതിന് ശേഷം അതിനൊക്കെ ചന്ദനം പൂശും, കുങ്കുമം പൂശും, ആരതി ഒഴിയും. അങ്ങനെ സർക്കാർ ഓഫീസുകളിൽ കൂടി വളരെ കാര്യക്ഷമമായ രീതിയിൽ പൂജ നവരാത്രി കൊണ്ടാടുന്നു. പല സ്ഥലങ്ങളിലും നവരാത്രി സംഗീതോത്സവം നടക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വനങ്ങളുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ 29.65% വനപ്രദേശം ഉള്ളത്. ക്ഷേത്രം സെക്രട്ടറി മണികണ്ഠൻ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് സജി വാസുദേവൻ നമ്പൂതിരി, ട്രഷറർ വിനോദ് അച്ചോത്ത്, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കലാപരിപാടികൾക്ക് ലക്ഷ്മി സുരേഷ് അവതരിപ്പിച്ച ഓട്ടംതുള്ളലോടെ തുടക്കമായി. കലാമണ്ഡലം സുരേഷ് കാളിയത്തിന്റെ ടീമംഗങ്ങൾ അണിനിരന്ന ഓട്ടംതുള്ളൽ കിരാതം കഥയെ ആസ്പദമാക്കിയാണ് അവതരിപ്പിച്ചത്. മനോഹരമായ ആവിഷ്കാരത്തിലൂടെ ലക്ഷ്മി സുരേഷ് തുള്ളൽ അതിഗംഭീരമാക്കി. വരും ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ അരങ്ങേറും. CCV ന്യൂസ് പാഞ്ഞാൾ.